ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞു. അപ്പോൾ വലിയൊരു നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത ഒരു ബഡ്ജറ്റായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും പോസിറ്റീവ് അനൗൺസ്മെൻ്റ് ആണ് ബഡ്ജറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ലാസ്റ്റ് ഒരു 4 years ആയിട്ട് ആഫ്റ്റർ കോവിഡ് ഗവൺമെൻറ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുക, മെയിൻലി റെയിൽവേ, റോഡ്സ്, പോർട്ട് അതുപോലെയൊക്കെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ എക്കണോമി റിവൈവ് ചെയ്യാൻ തോന്നി. പക്ഷെ ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏകദേശം ഒരു 11 to 12 lakhs ക്രോസിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇരുന്ന് കൂടാനൊരു വലിയ സാധ്യത കാണുന്നില്ല. അപ്പോൾ കാര്യം ഒരുപാട് റോഡ്സ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇൻക്രിമെന്റൽ അതിൽ വരുന്നത് കുറവാണ്. അപ്പോൾ ഗവൺമെന്റ് അടുത്ത് നോക്കുന്നത് കൺസപ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് കൊടുക്കാനാണ് എക്കണോമിയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് വേണം, പൈസ വേണം. അപ്പോൾ അതിന് ഇൻകം ടാക്സിന്റെ റേറ്റ്സ് കുറച്ചു. പിന്നെ കൺസംഷൻ വരണമെങ്കിൽ വേറൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കാൻ പാടില്ല. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരുന്നാൽ നമ്മൾ ജനറലി കൂടുതൽ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഗവൺമെന്റ് സൈഡ് ഒന്ന് ചെയ്തു. പിന്നെ നോക്കുകയാണെങ്കിൽ RBI ഇന്നലെ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പോയിന്റ് ഓഫ് വ്യൂലും കുറച്ചിട്ടു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയുമ്പോൾ ജനറലി കൺസംഷൻ കൂടുമ്പോൾ ഈ പ്രൈവറ്റ് ഈ കമ്പനീസ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാര്യം ഡിമാൻഡ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. കാര്യം ഡിമാൻഡ് ഇല്ലെങ്കിൽ ജനറലി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വലിയ പ്രോഫിറ്റോ റവന്യൂ ഒന്നും കിട്ടത്തില്ല. അപ്പം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് നോക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസംഷൻ ഒരു റിവൈവൽ നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതാണ് ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ബഡ്ജറ്റിലെ ഫോക്കസ് എന്ന് പറയുന്നത്. അതായിരുന്നു ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൺസംഷൻ ബൂസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റാണ്. പിന്നെ നമുക്കറിയാം മിഡിൽ ക്ലാസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. കാര്യം ലോവർ മിഡിൽ ക്ലാസ്സിൽ ഒരുപാട് സ്കീംസ് ഉണ്ട്, റേഷൻ അതുപോലത്തെ എല്ലാം അവരുടെ സബ്സിഡിയിൽ കിട്ടുന്നുണ്ട്. അപ്പം അപ്പർ ക്ലാസ് ആകുമ്പോൾ അത്ര ഒരു സ്ട്രെയിൻ ഇല്ല. മിഡിൽ ക്ലാസ്സിനായിരുന്നു ഏറ്റവും കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ എന്ന് പറയാം കുറേ വർഷമായിട്ട്. അപ്പോൾ അവർക്കൊരു റിലീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിസിക്കൽ കൺസോളിഡേഷൻ ഉണ്ട്. കാര്യം നമുക്ക് ഗവൺമെൻറ് ഫിസിക്കൽ കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ബോറോയിങ്സ് വരത്തില്ല. കൂടുതൽ ബോറോയിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വലുതായിട്ട് കൂടി പോകത്തില്ല. അപ്പോൾ ഗവൺമെന്റ് സൈഡ് നോക്കിയത് അവർ ഫിസിക്കൽ ഡിസിപ്ലിൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വലുതായിട്ട് അപ് ട്രെൻഡിലോട്ട് പോകത്തില്ല, കുറയാനേ സാധ്യതയുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ക്യാപെക്സിൽ ഒരു ആൾമോസ്റ്റ് സാച്ചുറേഷനായി. ചെറിയ ഇൻക്രിമെന്റ് ഉള്ളൂ, വലിയ ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നില്ല. കാര്യം കഴിഞ്ഞ വർഷമൊക്കെ 20-30% അങ്ങനെ ആയിരുന്നു. ഒരു 4 years ആയിട്ട് ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു ചെറിയ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം 1.5 lakhs സ്റ്റേറ്റ്സിന് പ്രോജക്റ്റ് വൈസ് ലോൺ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്സ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് പ്രോജക്ട്സ് സ്കീംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഫണ്ട് അനുവദിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ TDS ടാക്സ് റിഡക്ഷൻ സോഴ്സും ടാക്സ് കളക്ഷൻ സോഴ്സിലും കുറച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡിന് TDS പിടിക്കുന്നുണ്ട്. 5,000 ആണ്. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് 5,000 ആൻഡ് എബോവ് വരികയാണെങ്കിൽ 10% TDS കട്ട് ചെയ്യും റെസിഡന്റിന്. NRIക്കാണ് കൂടുതലാണ്. അപ്പം അത് 10,000 ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് അപ് ടു 10,000 വരെ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ടാക്സ് TDS പിടിക്കത്തില്ല നെക്സ്റ്റ് ഇയർ തൊട്ട്. പിന്നെ FD ആണെങ്കിൽ ഇപ്പം വന്ന് 40,000-ഉം 50,000 ആണ് ഇൻട്രസ്റ്റ് റേറ്റ്സ് TDS പിടിക്കുന്ന ഒരു ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. നോർമലിന് ജനറൽ പബ്ലിക്കിന് 40-യും സീനിയർ സിറ്റിസണിന് 50 ആയിരുന്നു. അത് 50-യും 1 lakh ആക്കിയിട്ടുണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസണിൽ അപ് ടു 1 lakh വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ TDS പിടിക്കത്തില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 8 to 9% ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അപ് ടു 10 lakhs വരെ FD ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് TDS പിടിക്കത്തില്ല. അതാണ് ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് പുതിയ നെക്സ്റ്റ് ഇയർ തൊട്ട്. പിന്നെ കസ്റ്റംസ് സ്ട്രക്ചറൊക്കെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, റാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇൻഡസ്ട്രീസിന്. പിന്നെ അഗ്രികൾച്ചർ അതുപോലെ SME സെക്ടേഴ്സ്, അതുപോലെ നമുക്ക് ലേബർ ഇൻസെൻറ്റീവ് ആയിട്ടുള്ള ഫുഡ് വെയർ, ഫുഡ് പ്രോസസ്സിങ്, അതുപോലെ ഇൻഡസ്ട്രീസൊക്കെ ഒരുപാട് സ്കീംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാര്യം അതൊക്കെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയ് ചെയ്യുന്ന സെക്ടേഴ്സൊക്കെ റിവൈവ് ചെയ്യാനും ഉള്ള പല സ്കീംസും ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷം നമുക്കറിയാം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഷോർട്ട് ടൈം ലോങ് ടൈം ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. ഇപ്രാവശ്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയാലും ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും അതിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് F&O അതിലുള്ളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലാബ് റോയ്സ് ആണ് ഒരു പുതിയ സ്ലാബ് സ്ട്രക്ചറാണ് വന്നത്. 1997 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു റീസ്ട്രക്ചർ ചെയ്ത് ഇൻകം ടാക്സ് സ്ലാബ്സ്. അപ്പോൾ ആൾമോസ്റ്റ് 30 years കഴിഞ്ഞിട്ടാണ് ഒരു വലിയ റീസ്ട്രക്ചർ എന്ന് പറയുക. എല്ലാ പ്രാവശ്യവും ഒരു ചെറിയൊരു മാർജിനെ അവർ റിലാക്സേഷൻ തരത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ അവർ
റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 ആയിരുന്നു, അത് അപ് ടു 75,000 ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു 60,000 വരെ നമുക്ക് എക്സംഷൻ മീൻസ് റിബേറ്റ് കിട്ടുന്നുണ്ട്, മീൻസ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ് ടു 12 lakhs വരെ സ്ലാബിലുള്ളവർക്ക് അപ് ടു 60,000 വരെ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പുതിയ സ്കീമിൽ. ഇതെന്ന് പറഞ്ഞാൽ ന്യൂ ടാക്സ് റെജീമിലായിട്ടാണ് ഏറ്റവും കൂടുതൽ എല്ലാം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം ന്യൂ റെജീം വന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതോടെ ഓട്ടോമാറ്റിക്കലി പഴയ ഓൾഡ് റെജീം വന്ന് ആൾക്കാർ കൂടുതലും ഓപ്റ്റ് ചെയ്യാൻ മടിക്കും. അപ്പോൾ ഇപ്പം തന്നെ ആൾമോസ്റ്റ് 60 to 70% ന്യൂ ടാക്സ് റെജീമിലോട്ട് ഫയൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾമോസ്റ്റ് അതൊരു 90-95 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഓൾഡ് റെജീമെ ഒരു ഫേസ് ഔട്ട് ചെയ്യാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ റെജീമിലോട്ടായിരിക്കും ഇനി കൂടുതൽ ബെനിഫിറ്റ്സ് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 0.4 lakhs ആണ് നമുക്ക് സ്ലാബ്. അപ്പോൾ അതിൽ 0% ആണ്. മുമ്പ് 0 to 3 lakhs ആയിരുന്നു. പിന്നെ 4 to 8 lakhs 8 to 12 lakhs സ്ലാബ് വെച്ചിട്ടുണ്ട്. 5 to 10% സ്ലാബ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നോക്കുന്നത് പുതുതായിട്ടെന്ന് പറഞ്ഞാൽ 25% സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ 20% കഴിഞ്ഞാൽ 30% ഉള്ളൂ. അപ്പം ഈ 30% ബ്രാക്കറ്റിലുള്ളവർക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, അവരുടെ സ്ലാബ് എന്ന് പറയുന്നത് എബോവ് 15 ആയിരുന്നു, അത് എബോവ് 20-24 ആയിട്ടുണ്ട്. അതിൽ 25% കൊടുത്താൽ മതി. ഇപ്പോൾ എബോവ് 24 lakhs എന്നുള്ളവർക്ക് 30%. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അത് അപ് ടു 12 lakhs ഉള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇടയ്ക്ക് ഈ 30 lakhs വരുന്നവർക്കും കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. കാര്യം ഒരു 25% പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ലാബാണ്. അപ്പോൾ മുമ്പ് 30% ടാക്സ് കൊടുത്തുന്ന പലരും 25 വരുമ്പോൾ അവർക്ക് 5% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ് ടു 12 lakhs വരെ ആണെങ്കിൽ നമുക്ക് ആൾമോസ്റ്റ് ഇതാണ് വരേണ്ടത്. സ്ലാബ് 20, 30, 40 ഒക്കെ വരേണ്ടത്. പക്ഷേ നമുക്ക് ബെനിഫിറ്റ് 0 ആണ്. 0 കൊടുത്താൽ മതി. അപ്പോൾ അപ് ടു 60,000 വരെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്, ഇൻക്ലൂഡിങ്. അപ്പോൾ 0 നമുക്ക് ടാക്സ് കൊടുത്താൽ. അപ്പോൾ റിബേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. റിബേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സ് കാണിച്ചിട്ട് ഫൈനലി നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിബേറ്റ് ആയിട്ട് അത് ഡിഡക്ട് ചെയ്ത് നമുക്ക് 0 ടാക്സ് കാണിക്കാം. പക്ഷേ അപ് ടു 12 lakhs വരെ നമുക്കിപ്പം ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് എബോവ് 20 lakhs-നാണ്. അപ്പം അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് 90,000 ഒക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പുതിയ ടാക്സ് ലാബിൽ 1,20,000 വരെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 2 lakhs, 3 lakhs അപ് ടു 10 lakhs. അപ്പോൾ എല്ലാ സ്ലാബിലുള്ളവർക്കും ഇപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ 2 രീതിയാണ് വരുന്നത്. ലോവർ സ്ലാബിലും ആ ഒരു 25 സ്ലാബും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്കും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് 12 lakhs-ന്റെ താഴെയുള്ളവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഈ കൺസ്യൂമർ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് എന്ന് പറയും, ഓട്ടോമൊബൈൽസ്, വൈറ്റ് ഗുഡ്സ്, അതുപോലെ നമുക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ പറയും. ഇതുപോലത്തെ ഒക്കെ കുറച്ച് ബൂസ്റ്റ് നെക്സ്റ്റ് ഇയറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ചാനലൈസ് ചെയ്യും നമുക്ക്. കാര്യം ഈ TDS-ന്റെ റൂൾസും കൂടെ വരുന്നതുകൊണ്ട് കൂടുതൽ സേവിങ്സിലോട്ട് കുറച്ച് സേവിങ്സ് കൂടാനും സാധ്യതയുണ്ട്. കാര്യം കുറച്ച് വർഷമായിട്ട് സേവിങ്സ് ജനറലി കുറയുന്നുണ്ട്. കാര്യം ആൾക്കാരുടെ ഇൻകം വരുന്നില്ല, എക്സ്ട്രാ ഇൻകം വരുന്നില്ല, അതുകൊണ്ട് സേവിങ്സ് വരുന്നില്ല. അതുകൊണ്ട് പൊതുവെ ഇൻവെസ്റ്റ്മെന്റ്സ് കുറഞ്ഞു വരുന്ന സമയമാണ്. ഇതുകൊണ്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ സേവിങ്സ് കൂടാം. അതുപോലെ കൂടുതൽ കൺസപ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം കോവിഡിന് മുമ്പേ വരെ 2019-20 വരെ ഗവൺമെന്റിന്റെ ഒരു ഫിസിക്കൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയത്താണ് നല്ല സ്പെൻഡിങ് വന്നത്. കാര്യം റവന്യൂവും ഭയങ്കരമായിട്ട് ഗവൺമെന്റ് കുറഞ്ഞു. പിന്നെ മറ്റേ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഒരുപാട് സ്കീംസ് അനൗൺസ് ചെയ്ത് ഗവൺമെന്റ് ഫ്രീ ആയിട്ടെല്ലാം കൊടുത്തപ്പോൾ ഫിസിക്കൽ ഭയങ്കരമായിട്ട് കൈവിട്ടുപോയി. പിന്നെ കുറച്ചായിട്ട് കുറഞ്ഞുകൊണ്ട് വന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 4.9 ആണ് ഇത് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത്. പക്ഷേ 4.8 ഇപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4.8 തന്നെ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് കീപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ 4.4 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇവിടെ കുറയ്ക്കാനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ജനറലി ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുമ്പോൾ ഗവൺമെന്റിന് സ്പെൻഡിങ് കൂടുതൽ കടമെടുക്കുന്നത് കുറയും. അതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വലുതായിട്ട് ഹൈക്ക് ചെയ്ത് പോകത്തില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ലോ ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോഴത്തെ റവന്യൂ അസംഷൻസ് ആണ് കഴിഞ്ഞ ബഡ്ജറ്റിലെ കോർപ്പറേറ്റ് ടാക്സിന്റെ അസംഷൻ ഓൾമോസ്റ്റ് 10.4 അത് നമുക്ക് ചെയ്യാം. പക്ഷേ ടാക്സ് ഓൺ ഇൻകം അവർ ഈ 1 lakh crore കുറഞ്ഞിട്ടും ഒരു 14% അവർ അസ്യൂം ചെയ്യുന്നുണ്ട്. ടാക്സിൽ നിന്ന് കൂടുതൽ കിട്ടുന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യണം. കാര്യം എക്കണോമിക് റിക്കവറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജോബ് ക്രിയേഷൻ വരും, കൂടുതൽ ആൾക്കാർക്ക് നല്ല ഇൻകം കിട്ടുന്നുള്ള രീതിയിലാണ് അവർ അങ്ങനെ അസ്യൂം ചെയ്യുന്നത്. പിന്നെ STT-യും 41% അവർ ഹൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ വരെ നല്ല STT കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് അതും STT കഴിഞ്ഞ വർഷം എത്ര കിട്ടുന്നില്ല, 2 മാസമേ ഉള്ളൂ, 1.5 മാസമേ ഉള്ളൂ.
ഇപ്പം മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ പൊതുവെ വോളിയം കുറയുമ്പോൾ STT കുറയാൻ സാധ്യതയുണ്ട്. ഈ 2 അസംഷൻസ് കുറച്ച് ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അസംഷൻ GSTയും കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ അവരുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇൻലൈൻ വിത്ത് ദ എക്സ്പെക്ടേഷൻ ആണ്. പിന്നെ ഗവൺമെന്റ് ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ മാർജിനലി ഹയറേ ഉള്ളൂ. കാര്യം ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോർമലായിട്ട് വെക്കുന്നുണ്ട്. ഗവൺമെന്റ് ബോറോയിങ് 14 lakh ക്രോസ് ചെയ്യുന്ന 14.8 lakh ക്രോസേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ഗവൺമെന്റ് ബോറോ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പം മാർക്കറ്റിൽ കൂടുതൽ ബോറോ ചെയ്തില്ലെങ്കിൽ നല്ലതാണ്. കാര്യം പ്രൈവറ്റ് ആൾക്കാർക്ക് ബോറോ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് തന്നെ ഒരുപാട് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഹൈ ആയിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പം പ്രൈവറ്റ് കമ്പനീസിനും നമ്മൾ ജനറൽ പബ്ലിക്കിനൊക്കെ അതൊരു ബെനിഫിറ്റാണ് ഗവൺമെന്റ് ബോറോയിങ് കുറച്ച് നോർമലായിട്ട് ഇരിക്കുന്നത്. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം കോവിഡ് കഴിഞ്ഞിട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ 2020 തൊട്ടാണ് ഭയങ്കരമായിട്ട് ഒരു 25% 30% വെച്ച് ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഹൈക്ക് ചെയ്ത്. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അത് സ്റ്റേറ്റിൽ കൊടുക്കുന്നതാണ്, സ്കീം വഴി കൊടുക്കുന്നതാണ്. അപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആയി തുടങ്ങി. ഇപ്പോൾ ഗവൺമെന്റിന്റെ രീതിയിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആക്കി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 10.11 ഒരു 10% ഹൈക്കേ ഉള്ളൂ. ഇവിടെയൊക്കെ ആണെങ്കിൽ 25-30 വെച്ച് ഹൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഇത് ആയിരിക്കും 2 to 3 years ഒരു 10% നോർമൽ ഇൻക്രീസേ കാണത്തുള്ളൂ. ബാക്കിയുള്ള കൺസപ്ഷൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനാണ് ഗവൺമെന്റ് കൂടുതൽ പുഷ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാപെക്സ് സെഗ്മെന്റ് വഴി അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിത് നോക്കുകയാണെങ്കിൽ റെയിൽവേസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0% ഹൈക്കേ ഉള്ളൂ. പിന്നെ റോഡ്സ് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇപ്പം ഡിഫൻസിൽ 12% ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സ്കീംസ് സോഷ്യൽ സ്കീംസിലൊക്കെ നല്ല രീതിയിൽ ഹൈക്ക് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ റിസോഴ്സസ് അതിലൊക്കെ 57%, റൂറൽ നോക്കുകയാണെങ്കിൽ 57% ഉണ്ട്. അതുപോലെ റിന്യൂവബിൾ എനർജി 11% ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതാണ് ഓൾമോസ്റ്റ് 200%. ജൽജീവൻ മിഷനിലാണ് അവർ 200% ഓൾമോസ്റ്റ് 2 times അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ജൽജീവൻ മിഷനാണ് കൂടുതൽ ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേസിലും റോഡ്സിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ മുമ്പ് നമുക്കറിയാം റെയിൽവേ സ്റ്റോക്സ് ഒക്കെ നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറലി ഗവൺമെന്റിന്റെ ഒരു സ്പെൻഡിങ് റെയിൽവേയിലൊക്കെ ഫ്ലാറ്റ് ആവുന്നു. ഇൻക്രിമെന്റൽ ബേസിസിൽ വലുതായിട്ടില്ല, ഫ്ലാറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഡിഫൻസിൽ ഓൾമോസ്റ്റ് ഇപ്പോഴും 12% ഉണ്ട്. നമ്മൾ 25% ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷേ 12% ഇൻക്രിമെന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ റെയിൽവേ സെക്ടർ അത്ര പോസിറ്റീവ് അല്ല, ന്യൂട്രലാണ്. ബാക്കി റോഡ്സും അതുപോലെ ന്യൂട്രലാണ്, കാരണം ഗവൺമെന്റ് സ്പെൻഡിങ് കുറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജൽജീവൻ മിഷൻ വാട്ടർ ആൻഡ് വാട്ടർ റിലേറ്റഡ് ടീംസ് ഒക്കെ നല്ല ഒരു പോസിറ്റീവാണ്. അത് കാര്യം ഏറ്റവും കൂടുതൽ അലോക്കേഷൻ അതിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഹൈവേസിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ അൺചേഞ്ച്ഡ് ആണ്. നമ്മൾ സെപ്പറേറ്റ് കാണിക്കാൻ കാര്യം ഇത് രണ്ടും ഒരു മിനിസ്ട്രി ഓഫ് റോഡ്സിൽ നമുക്ക് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഷെയർസ് ഉണ്ട്. അതുപോലെ റെയിൽവേസിൽ ഒരുപാട് ഷെയർസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടിലും അൺചേഞ്ച്ഡ് ആയിട്ടാണ് വരുന്നത്. കാര്യം കഴിഞ്ഞ വർഷമൊക്കെ 50% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അൺചേഞ്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ 28% ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പം അത് അൺചേഞ്ച്ഡ് ആണ്. ഇത് രണ്ടുമാണ് മേജറായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട സെക്ടേഴ്സ്. ഇപ്പോൾ ഓവറോൾ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ലോങ് ടേം വ്യൂവിൽ ഗവൺമെന്റ് ഒരു ഫോക്കസ് നല്ല രീതിയിൽ ഒരു ലോങ് ടേം ഗ്രോത്ത് ഇന്ത്യയിൽ വരാനുള്ള ഒരു പ്രാഗ്മാറ്റിക് വ്യൂ ഉള്ള ഒരു ബഡ്ജറ്റാണ്. പിന്നെ ചലഞ്ചസ് ഫേസ്ഡ് എക്കണോമിയിൽ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്യണം. അതിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കൺസംഷൻ ഓറിയന്റഡ് ആയിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന രീതിയിൽ റിവൈവ് ചെയ്യണം. അപ്പോൾ അത് അല്ലെങ്കിൽ എക്സ്പോർട്ട് രീതിയിൽ ഇമ്പ് ചെയ്യണം. അപ്പോൾ ഇതിനുള്ള രീതിയിലാണ് ഗവൺമെന്റ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺസംഷൻ ജനറലി പിക്ക് ചെയ്യാതുണ്ട്. നമുക്കറിയാം ഒരുപാട് കൺസംഷൻ റിലേറ്റഡ് സ്റ്റോക്സ് ഒക്കെ ഭയങ്കര ഹൈയിലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ ഒരുപാട് ലാസ്റ്റ് 6 monthsലൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയി. കാരണം റിസൾട്ടും അത്ര ബെറ്റർ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈവ് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ കൺസംഷൻ ഓറിയന്റഡ് ടീംസ് അതുപോലെ ബാങ്ക്സ് ഇതൊക്കെ നമുക്ക് റിക്കവറി വരാം. അപ്പോൾ അതൊക്കെ റിക്കവറി വരികയാണെങ്കിൽ മാർക്കറ്റ് പുതിയ ഹൈയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് റോഡ്സ്, റെയിൽവേസ് ആണ്. ഡിഫൻസ് ന്യൂട്രലാണ്. അപ്പോൾ ഈ കൺസംഷൻ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ, വൈറ്റ് ഗുഡ്സ്, പ്രൈവറ്റ് സെക്ടർ, NBFC, പ്രൈവറ്റ് ബാങ്ക്സ് ഇതൊക്കെ ചിലപ്പം അടുത്ത നെക്സ്റ്റ് ഇയറിൽ കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള സെക്ടേഴ്സാണ്. ഓക്കെ, താങ്ക് യു.